ഒരാളുടെ ഏജ് എങ്ങനെയാണ് പറയുന്നത്, അതാണ് ഇന്നത്തെ ടോപ്പിക്. ഇന്നത്തെ ലെസണിൽ നമ്മൾ ഏർലി, മിഡ്, ലേറ്റ്, അതുപോലെ സംതിങ് ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ കൂടി ഉപയോഗിച്ചിട്ടാണ് ഏജ് പറയുന്നത്. അത് എങ്ങനെയാണ് എന്നൊക്കെ നമുക്ക് നോക്കാം. ലെസണിലേക്ക് കടക്കുന്നതിന് മുൻപ് പലപ്പോഴും ഏജ് പറയുമ്പോൾ പലരും വരുത്തുന്ന ചില മിസ്റ്റേക്സ്, കോമൺ ആയിട്ട് വരുത്തുന്ന ചില മിസ്റ്റേക്സ് ആദ്യം പറയാം. ഷീ ഹാസ് 50 years എന്ന് പറഞ്ഞാൽ അത് റോങ് ആയിട്ടുള്ള ഒരു സെൻറ്റൻസാണ്. കാരണം നമ്മൾ ഏജ് പറയുമ്പോൾ ഒരിക്കലും ഹാസ്, ഹാവ് ഇതൊന്നും ഉപയോഗിക്കാൻ പാടില്ല. ഇനി ഷീ ഈസ് 50 years എന്ന് പറഞ്ഞാൽ അതും കറക്റ്റായ സെൻറ്റൻസ് അല്ല. ഷീ ഈസ് 50 years old എന്ന് തന്നെ പറയണം. കാരണം ഏജ് പറയുമ്പോൾ എപ്പോഴും ബി വേർബ്സ് ആണ് ഉപയോഗിക്കുന്നത്. ഈസ്, ആർ, വാസ്, വേർ ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. ഹാസ്, ഹാവ് ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. ഇനി വേറൊരു മിസ്റ്റേക്ക് വരുത്തുന്നത്, ഷീ ഈസ് 50 years old എന്ന് പറയുമ്പോൾ ഒരു ഐഫൺ ഇടാറുണ്ട്. 50 കഴിഞ്ഞിട്ട് ഒരു ഐഫൺ, ഇയേഴ്സ് കഴിഞ്ഞിട്ട് ഒരു ഐഫൺ. ഐഫൺ എന്ന് പറഞ്ഞാൽ ആ ചെറിയ ഒരു ലൈൻ, പക്ഷേ അതും പാടില്ല. ഷീ ഈസ് 50 years old എന്ന് പറയുമ്പോൾ അവിടെ ഐഫൺ ഒന്നും ആവശ്യമില്ല. പക്ഷേ ഐഫൺ ഉപയോഗിക്കുന്ന സെൻറ്റൻസുകളുണ്ട്. അത് എവിടെയാണ് എന്ന് പിന്നീട് പറയാം. പലപ്പോഴും ഒരാളുടെ ഏജ് പറയേണ്ടി വരുമ്പോൾ നമുക്ക് അയാളുടെ കൃത്യമായ ഒരു ഏജ് നമുക്ക് അറിയണമെന്നില്ല. പക്ഷേ നമുക്ക് ഡെക്കേഡ് അറിയാൻ പറ്റും. പക്ഷേ അയാളൊരു 30കളിലോ മറ്റോ ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ അയാളൊരു 31 to 39, എന്തായാലും 40 ഒന്നും കഴിഞ്ഞിട്ടില്ല അയാൾക്ക്. അങ്ങനെയുള്ള ചില സന്ദർഭങ്ങൾ ഉണ്ടാവാറില്ലേ? നമുക്ക് അങ്ങനെ അറിയൂ, 30 കഴിഞ്ഞിട്ടുണ്ട്, 40 കഴിഞ്ഞിട്ടും ഇല്ല എന്ന്. അങ്ങനെയുള്ള സന്ദർഭത്തിൽ നമുക്ക് പറയാം ഹീസ് ഇൻ ഹിസ് 30s. ഹീസ് ഇൻ ഹിസ് 30s എന്ന് പറയാം. അപ്പോൾ 30 മുതൽ 31, 32, 39 വരെ ആകാം. അപ്പോൾ എങ്ങനെയാണ് പറയുന്നത്? ഹീ ഈസ് ഇൻ ഹിസ് 30s. നോക്കുക, ഹീ ഈസ് കഴിഞ്ഞിട്ട് ഇൻ എന്ന ഒരു പ്രപ്പോസിഷൻ ഉപയോഗിക്കുക, പിന്നെ 30s. ഇനി അയാളുടെ ഒരു ഏജ് ഒരു എബവ് 40 ആണ്, പക്ഷേ 50 കഴിഞ്ഞിട്ടൊന്നും ഇല്ല. അങ്ങനെയാണെങ്കിൽ ഹീ ഈസ് ഇൻ ഹിസ് 40s എന്ന് പറയാം. ഹീ ഈസ് ഇൻ ഹിസ് 40s. അതുപോലെ ഹീ ഈസ് എന്ന് പറഞ്ഞതുപോലെ തന്നെ ഐ ആം, വി ആർ ഇൻ അവർ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുക. ഐ ആം ഇൻ മൈ എന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഷീ ഈസ് ഇൻ ഹെർ, ദേ ആർ ഇൻ ദെയർ അങ്ങനെ പറയുക. ടീനേജേഴ്സിൻ്റെ കാര്യം ഒക്കെ ആണെങ്കിൽ 13, 14, 15, 16, 17, 18, 19 ഇങ്ങനെയുള്ള ടീനേജേഴ്സ്, ആ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളെയാണെങ്കിൽ, അങ്ങനെയുള്ള ഒരു ആളുകളെയാണെങ്കിൽ നമുക്ക് പറയാം ദേ ആർ ഇൻ ദെയർ ടീൻസ്. ദേ ആർ ഇൻ ദെയർ ടീൻസ്. അവിടെയും ഇൻ എന്ന ഒരു പ്രപ്പോസിഷൻ ഉപയോഗിക്കുക. വേറെ ഒരു വേർഡ് സംതിങ് എന്ന ഒരു വേർഡ് ഉപയോഗിച്ചുകൊണ്ടും നമുക്ക് ഇങ്ങനെയുള്ള എക്സാക്റ്റ് ഏജ് അറിയാത്ത സ്ഥലത്ത് ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ ഷീ ഈസ് 30 something. ഷീ ഈസ് 30 something എന്ന് പറയുമ്പോൾ 30 ആ ഒരു ഏജ് ഗ്രൂപ്പിലാണ് എന്നതാണ്. അല്ലെങ്കിൽ ഷീ ഈസ് 30 something years old അങ്ങനെയും പോസിബിളാണ്, അതും പറയാം. പക്ഷേ അവിടെയൊക്കെ ഒരു ഐഫൺ ആവശ്യമുണ്ട്. ഹീസ് 70-ish, ISH എന്ന 3 ലെറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പറയാം. ഷീ ഈസ് 70-ish എന്ന് പറഞ്ഞാൽ ആ ഒരു 70 ആ ഒരു ഏജ് ഗ്രൂപ്പിലാണ്. 70, 71, 72 അങ്ങനെയൊക്കെയുള്ള ഏജിലാണ്. ഷീ ഈസ് 70-ish. പിന്നെ ഒരു 69 ആകാം. 70 എന്ന ഒരു ഏജിനോട് അടുത്ത ഒരു ഏജ് അല്ലേ 69. അപ്പോൾ ഒരു 69, 70, 71 ഒക്കെ ആണെങ്കിൽ നമുക്ക് ഷീ ഈസ് 70-ish എന്ന് പറയാം. ഒരു 18 അല്ലെങ്കിൽ 19 ഒക്കെയുള്ള ആളുകളെ നമുക്ക് 18-ish എന്ന് പറയാം. അവിടെയും ISH എന്ന ഒരു കുറച്ച് 3 ലെറ്റേഴ്സ് നമ്മളവിടെ ഉപയോഗിച്ചു. ഏർലി, മിഡ്, ലേറ്റ് എന്നൊക്കെയുള്ള വാക്കുകൾ ഏജിനോട് ചേർത്തിട്ടും നമുക്ക് പറയാം. കൃത്യമായ ഒരു ഏജ് അറിയില്ലെങ്കിൽ, ഏകദേശം ഒരു ഐഡിയ മാത്രമേ നമുക്കുള്ളൂ എങ്കിൽ. ഇപ്പോൾ ഒരു 41, 42 ഒക്കെ ആണെങ്കിൽ നമുക്ക് പറയാം ഷീസ് ഇൻ ഹെർ ഏർലി 40s. ഏർലി അത് 40, 41, 42 എന്ന് പറയുമ്പോൾ അത് ഒരു ഏർലി പാർട്ട് ഓഫ് 40s ആണ്. അതുകൊണ്ട് ഇനി 44, 45, 46 ഒക്കെ ആണെങ്കിൽ ഷീസ് ഇൻ ഹെർ
മിഡ് 40s എന്ന് പറയാം. മിഡ്, കാരണം 40 എന്ന ഒരു ഡെക്കേഡിൻ്റെ ഒരു മിഡിൽ പാർട്ടല്ലേ 44, 45, 46 എന്നൊക്കെ പറയുന്നത്. ഇനി 47, 48, 49 ഒക്കെ ആണെങ്കിൽ ഷീ ഈസ് ഇൻ ഹെർ ലേറ്റ് 40s എന്ന് പറയാം. അതൊരു ലേറ്റർ പാർട്ട് ഓഫ് 40 എന്ന ഒരു ഡെക്കേഡ്, ലേറ്റർ പാർട്ട് ഓഫ് ദാറ്റ് ഡെക്കേഡ് ആണ്. അപ്പോൾ ഷീ ഈസ് ഇൻ ഹെർ ഏർലി 30s എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അവളുടെ ഏജ് ഒരു 31, 32, 33 അതൊക്കെയാണ് എന്നാണ്. അതിലേതെങ്കിലുമാണ് എന്നാണ്. ഹീ ഈസ് ഇൻ ഹിസ് മിഡ് 30s. മിഡ് അപ്പോൾ ഒരു മിഡിൽ പാർട്ടിലാണ്. അപ്പോൾ ഒരു 34 to 36 ആണ് ഏജ്. 34 ആകാം, 35 ആകാം, അല്ലെങ്കിൽ 36ഉം ആകാം. അപ്പോൾ ഹീസ് ഇൻ ഹിസ് മിഡ് 30s എന്ന് പറയാം. ലേറ്റ് 30s എന്ന് പറയണമെങ്കിൽ 37, 38, 39 ഒക്കെ. ജെയിൻ ഈസ് 34 years old. അങ്ങനെയെങ്കിൽ നമുക്ക് 34 ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? ഷീ ഈസ് ഇൻ ഹെർ മിഡ് 30s. അലക്സ് ഈസ് 91 years old. അങ്ങനെയെങ്കിൽ അലക്സ് ഈസ് ഇൻ ഹിസ് ഏർലി 90s. ഇതുപോലെ ഏജ് പറയുമ്പോൾ പല നമ്മുടെ ഫ്രണ്ട്സിനെയോ റിലേറ്റീവ്സിനെയോ ഒക്കെ ആലോചിച്ചിട്ട്, അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിനെ ആലോചിച്ചിട്ട് ഒക്കെ പറഞ്ഞു നോക്കുക. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ചില സ്ഥലങ്ങളിൽ ഹൈഫൺ ഉപയോഗിക്കാം, ചില സ്ഥലങ്ങളിൽ ഹൈഫൺ ഉപയോഗിക്കുന്നത് റോങ് ആണ് എന്ന്. അത് എവിടെയാണ്? ഏജ് പറയുന്നത് ആഫ്റ്റർ ദ നൗൺ, നൗണിന് ശേഷം ആണെങ്കിൽ അവിടെ ഹൈഫൺ ആവശ്യമില്ല. എക്സാമ്പിൾ, മൈ മദർ ടേൺഡ് 66 years old. ഇവിടെ ഹൈഫൺ ആവശ്യമില്ല. 66 years old എന്ന ഒരു ഏജ് വന്നിരിക്കുന്നത് മദർ എന്ന നൗണിന് ശേഷം ആണ്. അപ്പോൾ നൗൺ വന്നിരിക്കുന്നത് ആ ഏജിന് മുൻപിലാണ്, അവിടെ ഹൈഫൺ ആവശ്യമില്ല. അതേസമയം മൈ 66 year old മദർ ഈസ് നൈസ് എന്ന് പറഞ്ഞാലോ, മൈ 66 year old മദർ. നോക്കൂ, മദർ എന്നതിന് മുൻപിലാണ് ഏജ് വന്നിരിക്കുന്നത്, അവിടെ ഹൈഫൺ ആവശ്യമുണ്ട്. നൗൺസിന് പലപ്പോഴും ആർട്ടിക്കിൾസ് അതിന് മുന്നിലുണ്ടാവാറുണ്ട്, എന്നോ ദ എന്നോ. എക്സാമ്പിൾ, എ 35 year old എന്ന് പറഞ്ഞാൽ അതവിടെ ഒരു നൗണാണ്. എ 35 year old എന്ന് പറഞ്ഞാൽ 30 വയസ്സുള്ള ഒരാൾ. അത് ഒരു സ്ത്രീ ആകാം, അതല്ലെങ്കിൽ ഒരു പുരുഷനാകാം. അപ്പോൾ എ 35 year old അവിടെ ഹൈഫൺ ആവശ്യമുണ്ട്. എ 35 year old ഈസ് അറ്റ് ദ സ്റ്റോർ. ഒരു 35 വയസ്സായ ഒരാൾ സ്റ്റോറിലുണ്ട്. ഈ ഒരു കേസിൽ ഏജ് പറയുന്നത് അതൊരു നൗണാണ്, ഒരു സ്പെസിഫിക് പേഴ്സണെ പറ്റിയാണ് പറയുന്നത്. എ 35 year old പേഴ്സൺ എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏജ് നമുക്ക് കൃത്യമായി അറിയില്ല എങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള വാക്കുകൾ അതിനോടുകൂടി ചേർത്ത് ഉപയോഗിക്കാം. ഏർലി, മിഡ്, ലേറ്റ് എന്നൊക്കെ, അതല്ലെങ്കിൽ സംതിങ്. പിന്നെ ISH എന്ന ലെറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ടും നമുക്ക് ഏജ് പറയാം, എക്സാക്റ്റ് ഏജ് അറിയില്ലെങ്കിൽ. അപ്പോൾ ഇന്നത്തെ ലെസൺ യൂസ്ഫുൾ ആയിട്ടുണ്ടാകും എന്ന് കരുതുന്നു.